കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവരെ വിട്ടുമാറി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടം നമുക്കറിയാം. യോഹന്നാൻ എന്ന സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റതിന് ശേഷം യേശുവിനെ ആത്മനിയോഗത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ ദൈവം അവനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. 40 ദിവസം പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ട് ഇരുന്നു. അതിനകത്ത് 3 പ്രധാന പരീക്ഷകളെ നമുക്ക് ഏവർക്കും പരിചിതമാണ്, അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, പിശാച് അവനിൽ തികയ്ക്കേണ്ട മുഴുവൻ പരീക്ഷയും തികയ്ക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും, ഇത് യേശുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നടന്നതാണ്. അവർ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവപുത്രനായിട്ടാണ്, മനുഷ്യനായിട്ട് അവതരിച്ചതാണ്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച്, പിശാചിൻ്റെ മുഴുവൻ പരീക്ഷയും യേശുവിൽ തികയ്ക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എന്താണ് അതിൻ്റെ കാര്യം? യേശു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാകാനാണ്. എന്നാൽ പിശാചിന് മനസ്സിലാക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. യേശുവിനെ പരീക്ഷ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയത്തില്ല. യേശു ലോകത്തിൻ്റെ രക്ഷിതാവാണ്, പാപങ്ങളുടെ പരിഹാരകനാണ്, ഈ ലോകത്തെ വീണ്ടെടുക്കാൻ കഴിയുന്നവനാണ് എന്ന് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും പിശാചിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ പിശാച് അവനിലേക്ക് അയക്കുകയും അതിനെ യേശു കർത്താവ് പിതാവാം ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട്, നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു കൃപയുണ്ട്. ആ കൃപ നമ്മൾ അറിയണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അത് നമ്മൾ അറിയുമ്പോൾ തന്നെ അറിയേണ്ട വേറൊരാളാണ് സാത്താന്യ വ്യാപാരങ്ങൾ. എന്നെയോ നിങ്ങളെയോ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ലെന്ന് അവൻ ചിന്തിക്കത്തക്ക രീതിയിലേക്ക് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ അയക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കതിനെ ജയിപ്പാൻ തക്കവണ്ണം കഴിയണം. തിരുവചനം പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ചിരീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒരിക്കലും പിശാചിനെ ജയിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ജയിക്കാൻ കഴിയും ആരിൽ? ദൈവത്തിൽ ആശ്രയിച്ചാൽ അതിന് ജയിപ്പാൻ തക്കവണ്ണം കഴിയും. ഇവിടെ പറയുന്നു, പരീക്ഷ സകലതും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ട് മാറി. എന്താ അങ്ങനെ പറഞ്ഞത്? കുറേ കാലത്തേക്ക് മാറി എന്ന് പറഞ്ഞാൽ അർത്ഥം തിരികെ വന്നു എന്നുള്ളതാണ്, അല്ലേ? അതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശുവിനോടുള്ള ബന്ധത്തിൽ പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കും പിശാച് മാറുമോ? ഇല്ല, മാറും. അത് താൽക്കാലികമാണ്. കുറേ നാളത്തേക്ക് നമ്മളെ വിട്ട് മാറിയെന്ന് വരാം. നമ്മുടെ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില കഷ്ടതകൾക്കൊരു പീരീഡുണ്ട്, അല്ലേ? ചില പ്രയാസങ്ങൾക്കൊരു കാലഘട്ടം നമ്മൾ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ 1 മാസമോ 1 വർഷമോ ഇല്ലെങ്കിൽ വർഷങ്ങളോ നമ്മൾ ആ പരീക്ഷണത്തിലൂടെ കടന്നുപോയി തന്നെ ആകണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളെക്കുറിച്ചുള്ള ഒരു ദൈവ പദ്ധതി നമ്മൾ മനസ്സിലാക്കുക. പിശാചിന് നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, അവനും മനസ്സിലാക്കുന്നു. ശ്രദ്ധിക്കണമേ. അപ്പോൾ അങ്ങനെ സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടു മാറി. സ്തോത്രം. അടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി. അവൻ്റെ പേര്, അവൻ്റെ സ്തോത്രം, നാമം ആ നാട്ടിലൊക്കെയും പരക്കുവാൻ തക്കവണ്ണം ഇടവന്നു. പരീക്ഷണങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മളതൊന്നും അറിയാറില്ല, അല്ലേ? എന്നാൽ പരീക്ഷണങ്ങൾ കടന്ന് നമുക്ക് അപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദൈവശക്തിക്ക് കാരണമാകുന്നത്. പരീക്ഷ തികച്ചതിന് ശേഷം യേശുവിൻ്റെ മേൽ വെളിപ്പെട്ടു വന്നൊരു ദൈവശക്തിയുണ്ട്. അതിൻ്റെ അർത്ഥം മുൻപേ അവന് ദൈവശക്തി ഇല്ലെന്നല്ല, സ്തോത്രം. എന്നാൽ അതിന് ശേഷം അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടവന്നു. അങ്ങനെ വന്നപ്പോൾ അവൻ്റെ പേര് നാട്ടിലൊക്കെയും പരന്നു. നിൻ്റെ മേൽ പരീക്ഷയുണ്ട്, ആ പരീക്ഷയെ തികച്ചാൽ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ശക്തി നിൻ്റെ മേൽ വെളിപ്പെട്ടാൽ നിൻ്റെ ശുശ്രൂഷ, നിൻ്റെ മേൽ വെളിപ്പെടുന്ന അഭിഷേകം, നിന്റെ മേൽ വെളിപ്പെടുന്ന അധികാരം, നിന്റെ മേൽ വെളിപ്പെടുന്ന വചനം, ഇത് സ്തോത്രം ആരും പറയാതെ, നീ പോലും പറയാതെ അത് പ്രസിദ്ധമാകുവാൻ തക്കവണ്ണം ഇടവരും. അതിൻ്റെ അർത്ഥം നമ്മുടെ മേൽ ഒരു ശക്തി വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെയോട് ഞാൻ പറയാം, പരീക്ഷണങ്ങളെ കണ്ട് ഭയപ്പെട്ട് പിന്മാറണ്ട. പകരം ഒരു ദൈവശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. ആ പരീക്ഷകളെ ജയിക്കുന്ന ഒരു ദൈവശക്തി നിന്നിൽ വെളിപ്പെടുകയും ആ ശക്തി നിൻ്റെ പേരിനെ നാട്ടിൽ മൊത്തം അറിയത്തക്ക രീതിയിലാക്കി തീർക്കാൻ കഴിയുന്ന ഒരു
ദൈവമഹത്വം അതിൻ്റെ പിറകിലുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കണമേ. ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം മറയ്ക്കണമേ. സമസ്തവും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.